ഹായ്, ഇപ്പം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കേരള പോലീസിൻ്റെ ഒരു വാർണിംഗ് അല്ലേ, ഒരു യെല്ലോ ക്യാറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ അത് പിള്ളേർക്ക് ഭയങ്കര അധികം ഇൻഫ്ലുവൻസ് അത് ആ ഒരു യെല്ലോ ക്യാറ്റ് കൊടുത്തിട്ടുണ്ട്. പല രീതിയിലും ബിഹേവിയറിലാണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡിലാണെങ്കിലും പല ഇൻഫ്ലുവൻസ് പിള്ളേരിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു കോളൊക്കെ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ എന്താണ് വാസ്തവം എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഇത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് സ്ക്രീൻ ടൈമിനെ പറ്റിയിട്ടാണ്, സ്ക്രീൻ അഡിഷൻ. അപ്പോൾ നമ്മളിപ്പോൾ അറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര അധികം സ്ക്രീൻ അഡിഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഒരു വിധത്തിലും അത് അത് നിർത്താൻ പറ്റാത്ത ഒരു കണ്ടീഷനായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 9-10 months അല്ലെങ്കിൽ 1 year ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് തന്നെ അവർക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ സ്ക്രീൻ ടൈം വേണം, അവർക്ക് കാർട്ടൂൺ വേണം, അവർക്ക് പാട്ട് വേണം. അതും ഓഡിയോ മാത്രമല്ല, വിഷ്വലാണ് അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മൾ പാരൻസ് അത് കൊടുക്കുകയും ചെയ്യും. പല വീടുകളിലും പാരൻസ് വർക്കിംഗ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് വന്നിട്ട് കുറച്ചൊരു റിലാക്സേഷൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ടൈം കിട്ടുന്നില്ല, വീട്ടുജോലി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടി തന്നെ നമ്മൾ പലരും ഈ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് നമ്മളൊരു കളിപ്പാട്ടം എന്നപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ പല രീതിയിലുള്ള സ്ക്രീൻ അഡിഷനിലേക്ക് മാറാനും പല രീതിയിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് വരാനും അത് ഈ പ്രീ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണ് അത് പഠിത്തത്തിൽ അവരെ അക്കാഡമിക്കൽ വരെ അത് ബാധിക്കാനുള്ള ചാൻസസും ഉണ്ട്. ആദ്യം ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്ക്രീൻ ടൈം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ദൂഷ്യത്തെ പറ്റിയിട്ടാണ്. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുന്നുള്ള ജസ്റ്റ് പോയിൻ്റാണ് ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത്. ആദ്യം നമുക്ക് പറയുന്നത്, ഇതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധക്കുറവ്, ഇൻഅറ്റൻഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇവർക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ്, സിറ്റിംഗ് ടോളറൻസ് വളരെയധികം കുറവായിരിക്കും. മാത്രമല്ല ഇവർക്ക് എന്തെങ്കിലും നമ്മൾ പ്രോബ്ലംസ് കണക്ക് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ ഇവർക്ക് അതിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് ആ ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് എണീറ്റ് പോകാനുള്ള ടൈമിങ് അല്ലെങ്കിൽ സിറ്റിംഗ് ടോളറൻസും ഇവർക്ക് കുറവായിരിക്കും. ഇവർക്ക് സ്ലീപ്പ് ഡിപ്രിവേഷൻ വരും, അതായത് ഉറക്കക്കുറവ്. നൈറ്റ് കിടക്കുന്നതിന് മുന്നും കുട്ടികൾ ഫോൺ യൂസ് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ടിട്ടും സ്ക്രീൻ ടൈം കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ആയതുകൊണ്ടിട്ടും കുട്ടികളുടെ ഉറക്കം നഷ്ടപ്പെടാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. ADHD എന്നുള്ളൊരു കണ്ടീഷനും കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അതാണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇതിലുപരി തന്നെ ഇതൊക്കെ വരുമ്പോൾ തന്നെ എന്താണ് സംഭവിക്കുന്നത്, കുഞ്ഞുങ്ങളുടെ ബിഹേവിയറിൽ ഇഷ്യൂസ് വരാനും ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടാവാനും ഉള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ പാരൻസിന് ഹാൻഡിൽ ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല നമ്മൾ ഈ കുട്ടികൾ കാണുന്നത് എന്താണ്, അതിൽ കൂടുതലും കാർട്ടൂൺസ് ആണ് അല്ലേ. മിക്ക കുട്ടികളും അഡിക്റ്റഡ് ഇൻ കാർട്ടൂൺസ് ആണ്. ആ ചില കാർട്ടൂണുകളിൽ നമ്മൾക്ക് അതിലുള്ള മോറൽ ഇല്ല, ഒരു സ്റ്റോറി ഇല്ല, അവർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ബട്ട് അവർ കണ്ടുകൊണ്ടിരിക്കും ബിക്കോസ് ഓഫ് ആ ഒരു അഡിക്ഷൻ. ആ ഒരു അഡിക്ഷൻ പല രീതിയിലുണ്ട്. ഒന്നാമത്തെ ഒരു കാർട്ടൂൺ ഞാൻ ബാൻഡി പറയുന്നത് ചോദിക്കുവാണെങ്കിൽ കൊക്കോമെലോൺ ആണ്. ഈ കൊക്കോമെലോണിൽ എന്താണ്, കൂടുതലും വിഷ്വലാണ് വരുന്നത്, അതിൽ കൂടുതൽ കളേഴ്സ് ആണ് ഉള്ളത്. ആ ഒരു കളർ അട്രാക്ഷനാണ് കുഞ്ഞുങ്ങളെ കൂടുതലും അട്രാക്റ്റ് ആക്കുന്നതും. മാത്രമല്ല അത് കുഞ്ഞുങ്ങളിൽ അഡിഷൻ കൂടുകയും അത് വീണ്ടും വീണ്ടും കാണാനുള്ള ചാൻസസ് വരികയും കണ്ണിന് പ്രശ്നം വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിൽ പല രീതിയിലുള്ള കളേഴ്സ് ഉണ്ട്, അതിൽ ഡിം ഉണ്ട്, ബ്രൈറ്റ് ഉണ്ട്, അത് പെട്ടെന്ന് കൂടും കുറയും. അങ്ങനെയൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ കണ്ണിലെ ഈ ഐസൈറ്റിന് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. രണ്ടാമത്തെ ഒരു കാർട്ടൂൺ എന്നാണ് മാഷ ആൻഡ് ബിയർ. മിക്ക കുഞ്ഞുങ്ങൾക്കും അറിയായിരിക്കും. അതിൽ മാഷ ആൻഡ് മാഷ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അത് ഇമിറ്റേറ്റ് ചെയ്യാനും വീട്ടിലാണെങ്കിൽ കൂടിയും ആ ഒരു രീതിയിലുള്ള ക്യാരക്ടറിൽ പോകാനും ആ ഒരു ഇമിറ്റേഷനും കുഞ്ഞുങ്ങൾ പല രീതിയിലും കാണിച്ചു വരുന്നുണ്ട്. മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഈ കുംഫു എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ക്യാരക്ടറുണ്ട്. അതിലും കൂടുതലും വയലൻസ് ആണ്. ചോട്ടാ ഭീമും അതുപോലെ തന്നെ വയലൻസ് ആണ് അതിൽ കൂടുതലും കാണിക്കുന്നത്. ഈ ഒരു ബിഹേവിയർ ക്യാരക്ടറായിരിക്കും കുഞ്ഞുങ്ങൾ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ കണ്ടുവരുന്നതും പഠിച്ചു വരുന്നതും. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന ഒരു പ്ലെയിൻ CD പോലെയാണ് അല്ലേ. നമ്മളൊരു ന്യൂബോൺ എന്ന് പറയുമ്പോൾ ഒരു പ്ലെയിൻ CD ആണ്, അതിലൊന്നുമില്ല ബ്രെയിനിൽ. ബട്ട് നമ്മൾ ഓരോന്നും ഇൻപുട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവരുടെ ബ്രെയിനിൽ ഓരോ കാര്യങ്ങളും
അത് എന്താ പറയുക, അത് തിരിച്ച് പറയാനും അല്ലെങ്കിൽ സ്പീച്ച് ആണെങ്കിലും ഒക്കെ വരുന്നത്. സോ നമ്മൾ ഈ ചെയ്ത് കൊടുക്കുന്ന, നമ്മൾ ഈ കുഞ്ഞുങ്ങൾ പറയുന്നില്ല അവർക്ക് മൊബൈൽ ഫോൺ വേണമെന്നോ ഗാഡ്ജറ്റ്സ് വേണമെന്നോ ഒന്നും, പക്ഷെ നമ്മൾ പാരൻസ് തന്നെയാണ് ഇതിലൊരു ശീലമാക്കുന്നത് അല്ലേ. ഈ സമയമില്ലായ്മ അല്ലെങ്കിൽ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഗാഡ്ജറ്റ്സ് കൊടുക്കുന്നത് വഴി തന്നെ കുഞ്ഞുങ്ങളിൽ ഈ രീതിയിലുള്ള അഡിക്ഷൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുവഴിയുള്ള പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷനും കുറയാനുള്ള ചാൻസസ് ഉണ്ട്. സ്പീച്ച് ഡിലേ വരാനുള്ള ചാൻസസ് ഉണ്ട്. സ്പീച്ച് ഡിലേ, സ്പീച്ച് അൺക്ലിയർ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് കൂടും. കാരണം ഈ ഒരു കാർട്ടൂൺസ്, ഈ കൊക്കോമലോണൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതലും റൈംസ് ആണ്. ആ റൈംസ് എന്ന് പറയുന്നതും എന്താ പറയുക, ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ്. അതിൽ ഫാസ്റ്റ് ആയിട്ടാണ് ഓരോ വേർഡ്സുകളും പറയുന്നത്. മാത്രമല്ല ഇംഗ്ലീഷ് വേർഡ്സ് ആയിരിക്കും. അതും ക്ലിയർ ആയിട്ട് കുഞ്ഞുങ്ങൾ പറയാൻ ചാൻസ്, കാരണം അവർക്ക് അത്രയ്ക്കധികം അത് ക്ലിക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ ലെറ്റർ അവർക്ക് മനസ്സിലാവും, ലാസ്റ്റത്തെ മനസ്സിലാവും, നടുക്കുള്ളത് മിഡിൽ ലെറ്റർ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇവർ ഓൺ ആയിട്ട് ഇവിടെ സ്വന്തം രീതിയിൽ സംസാരിക്കാനും അല്ലെങ്കിൽ സെൽഫ് പ്ലേയിങ്ങിലും ഇല്യൂഷനിലും പോകാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ഈ ഒരു സ്ക്രീൻ ടൈം കൊണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കറിയാം, നമുക്കിപ്പോൾ സ്ക്രീൻ ടൈം ഇല്ലാണ്ട് നമുക്ക് അഡൽറ്റിനും പറ്റില്ല. ഓരോ കാര്യങ്ങളും ഫോൺ വഴി ചെയ്യാനുണ്ട്, ഓഫീസ് വർക്ക് ഉണ്ട്, അങ്ങനെ. പക്ഷെ നമ്മൾ എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാം കുഞ്ഞുങ്ങളിൽ എന്ന് പറയുന്നത്? ഇപ്പം ബാൻ ചെയ്യുക എന്നുള്ളത് പൂർണ്ണമായിട്ടും നമുക്ക് ഒറ്റയടിക്ക് കുഞ്ഞുങ്ങളെ ബാൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്കൊരു ടൈം കൊടുക്കാം. ടൈം കൊടുത്തു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും മനസ്സിലാക്കുക, 0 സ്ക്രീൻ ടൈം ആണ് കുഞ്ഞുങ്ങൾക്കും. എങ്കിലും നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല, നമുക്ക് കൊടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ 0 to 2 ഇയർ വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറയും 0 സ്ക്രീൻ ടൈമാണ്. സ്ക്രീൻ ടൈമേ കൊടുക്കരുത്. 2 to 5 ഇയർ എന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്കൊരു 1 അവർ എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ 1 അവർ ആണ്, പല വട്ടമായിട്ട് അറ്റ് എ ടൈം കണ്ടിന്യൂസ് 1 അവർ അല്ല. 5 മിനിറ്റ്സ് അങ്ങനെ പറഞ്ഞ് 1 മണിക്കൂർ ഒരു ദിവസത്തിൽ നമുക്ക് സ്ക്രീൻ ടൈം കൊടുക്കാം. ആഫ്റ്റർ 5 ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 hours ആണ് പറയുന്നത്. അതായത് ഒരു ദിവസം 2 hours. ഇതും ഞാൻ പ്രത്യേകം പറയുന്നു, സ്ക്രീൻ ടൈം എത്രത്തോളം കുറയ്ക്കാവോ അത്രത്തോളം നല്ലതാണ്. ചില പാരൻസ് വന്ന് പറയുന്ന കൺസേൺ കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ടൈമിംഗ് പറഞ്ഞത്. കാരണം അത് കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല മാഡം, എനിക്ക് കൊടുത്തേ പറ്റുള്ളൂ, അങ്ങനെ ഒരു കൺസേൺ പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിങ്ങും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ സ്ക്രീൻ ടൈമിൻ്റെ ദൂഷ്യങ്ങളും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലായിക്കാണും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ടൈമിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ ടൈം റെസ്ട്രിക്ഷൻ നമ്മൾ വെക്കുക. 1 അവർ കൊടുക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സ് ആണെങ്കിൽ 5 മിനിറ്റ്സ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഫോൺ മേടിക്കണം. അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ തന്നെ നമ്മൾ കുട്ടികൾ പറയും അമ്മ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ അച്ഛൻ ഒരു 5 മിനിറ്റ്, പക്ഷേ അത് നമ്മൾ ഒരിക്കലും വളർത്തിക്കൊണ്ട് വരരുത്. 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് ഗാഡ്ജറ്റ്സ് തിരിച്ചു വാങ്ങിക്കുക. ആ ഒരു ശീലം, ആ ഒരു ഹാബിറ്റ് നമ്മൾ നല്ല രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആ ഒരു പങ്ക്ച്വാലിറ്റി അല്ല ആ ഒരു സ്ട്രിക്ട്നെസ് പഠിക്കുകയും ആ സ്ക്രീൻ ടൈമിൽ നിന്നുള്ള ഓവറായിട്ടുള്ള അഡിക്ഷൻ കുറയാനും പഠിത്തത്തിലും ഒക്കെ ശ്രദ്ധ വരാനും ഉള്ള ചാൻസസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.